ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം കുക്കിംഗ് അറിയാത്തവർക്കും പാലപ്പം എത്ര ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് പാലപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇതാ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വെള്ളം തന്നെ നമുക്ക് ഈ അരയ്ക്കാനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെളുത്ത അവല്, അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മുടെ അവൽ കുതിർന്ന് വന്നിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതാണിത്. ഇപ്പം നിങ്ങൾക്ക് അപ്പം പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് മതി ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ മാവിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് ഫെർമെൻ്റായിട്ട് കിട്ടും. ഇത് ഞാൻ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാത്തതാണ്. എന്നിട്ട് തന്നെ 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പം ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ അപ്പം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത്, ഈ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള സ്ഥലത്തെ ആണെങ്കിലേ ഉള്ളൂ ഈ 4 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. നല്ല തണുത്ത ഏരിയയിലാണെങ്കിൽ ഈ നമ്മുടെ ഓവനകത്ത് ലേറ്റിട്ട് വെച്ചാൽ മതി, ഈ സെയിം 4 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്ക്, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്